നമുക്ക് തലച്ചോറിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻസ്റ്റെം എന്നിവയടങ്ങുന്ന 3 ഭാഗങ്ങൾ. നായ്ക്കളിൽ 5 ഭാഗങ്ങളാണ്, പക്ഷേ ആനകളിൽ അത് 7 ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആനകളുടെ ഗർഭധാരണത്തിന് 2 വർഷമൊക്കെയാണ് എടുക്കുക. ഇത്രയും ഉയർന്ന തോതിൽ വികസിച്ചു വരുന്ന തലച്ചോറും കൊണ്ടാണ് ഓരോ ആനയും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരരാണ് എന്ന് നമ്മൾ കരുതുന്ന ആനകൾക്ക് അവിശ്വസനീയമായ തരത്തിലുള്ള ഘ്രാണശേഷിയും ആശയ കൈമാറ്റ ശേഷിയുമൊക്കെ ഉണ്ട്. ആനകൾ വായുവിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അത് എത്ര ദൂരെയുള്ള ആനയായാലും ശരി. കാട്ടിൽ ആനകൾ ഒരു കുടുംബ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ മുതിർന്ന ചില കൊമ്പന്മാരെ കാണുള്ളൂ. ബാക്കി വരുന്ന കൊമ്പന്മാർ മുഴുവനും ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലാണ് ജീവിക്കുക. തീറ്റ ധാരാളമായി ഉള്ള സ്ഥലത്താണ് ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുക. നമ്മൾ മനുഷ്യർക്കിടയിലെ ഫംഗ്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒന്നിക്കൽ യൂണിറ്റിലും തീറ്റ മത്സരത്തിനുമൊക്കെ ഇടയിലാണ് പ്രണയവും കാമവും സല്ലാപവുമൊക്കെ നടക്കുന്നത്. ആണിനും പെണ്ണിനും കണ്ണിനും ചെവിക്കുമിടയിൽ ഒരു ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥിയിൽ നിന്നും ടെമ്പോറിൻ എന്ന ഒരു ദ്രാവകം എപ്പോഴും സ്രവിക്കും. പക്ഷേ മസ്ത് പീരിയഡ് എന്ന് വിളിക്കുന്ന പ്രത്യേക ടൈമിൽ ഈ ഗ്രന്ഥിയിൽ നിന്നും ഒരു വ്യത്യസ്ത തരം ദ്രാവകം സ്രവിക്കും. അതിൻ്റെ പേരാണ് മദം പൊട്ടൽ. ആ സമയത്ത് ആനയുടെ പെരുമാറ്റം ക്രമരഹിതമായ പെരുമാറ്റമായിരിക്കും. ആരാലും നിയന്ത്രിക്കുക അസാധ്യമായിരിക്കും.